നമസ്കാരം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതെ, എൻ്റെ സ്കൂളൊക്കെ അടച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. സമ്മർ വെക്കേഷൻ ആയില്ലേ, ഞങ്ങളൊരു പ്രാവശ്യം ഒരു റോഡ് ട്രിപ്പ് പിടിക്കാന്ന് കരുതി. അതെ, ഒരു എൻ്റെ ലോങ് റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് റോഡ് ട്രിപ്പ് ഇത്രയും ലോങ് ആയിട്ടുള്ളത്. ഞങ്ങൾ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മൂന്നാറ് വാഗമണൊക്കെ പോയിട്ടുള്ളൂ കാറിൽ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വയനാട് പോകാനായിട്ട് പോകുന്നത്. അച്ചാച്ചൻ്റെ ആദ്യത്തൊന്നും അല്ല, അച്ചാച്ചൻ പിന്നെ പണ്ടോട്ട് ഇത് തന്നെ പണിയായതുകൊണ്ട് അച്ചാച്ചൻ്റെ കുറെ ആയിട്ടുണ്ട് ലോങ് റോഡ് ട്രിപ്പൊക്കെ. ഇതിപ്പോ ടൈം ഏകദേശം എത്ര ആയി അച്ചാച്ചാ? സമയം 5 മണിയായി. 2:53 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ കൊറേ നേരം ഞാനാട്ടോ വണ്ടി ഓടിച്ചത്. ഏകദേശം ഹരിപ്പാട് കഴിഞ്ഞ് അമ്പലപ്പുഴ വരെ ഞാൻ വണ്ടി ഓടിച്ചു. പിന്നെ ഇപ്പഴാ അച്ചാച്ചനെ ഓടിക്കാൻ കൊടുത്തത്. കാരണം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് എന്തോ ഡൈവേഷനാണ് ഫുള്ള്. അങ്ങനെ കുറെ ഞാൻ ഓടിച്ചു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി അച്ചാച്ചന് വണ്ടി കൊടുത്തപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, സ്ട്രെയിറ്റ് റോഡ്. ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലാതെ ഓടിക്കുന്നത്. ഞങ്ങളിപ്പോ എവിടെ എത്തി? അമ്പലപ്പുഴ ഇപ്പൊ കഴിഞ്ഞു. ഇനി നേരെ വിശക്കുന്നുണ്ട്, ആക്ച്വലി നല്ല വിശപ്പുണ്ട്. പിന്നെ എറണാകുളത്ത് ഒരു പള്ളിയിൽ കയറണം, കലൂര് പള്ളിയിൽ ഒന്ന് കയറണം. അങ്ങനെ ഇരിക്കുന്ന തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കയറണം. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളത് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രഡീഷണൽ വെയർ ഒക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ശക്തൻ തമ്പുരാൻ പാലസിലൊക്കെ പോയി. അതെ, അപ്പൊ നമുക്ക് കൂടുതൽ കാശുകൾ കുറച്ചും കൂടെ നേരം വെളുത്തിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. രാവിലെ 5 മണിയാണെങ്കിലും അതെ, നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ തൃശ്ശൂരെത്തി. വടക്കുന്നാഥ ക്ഷേത്രം അവിടെയൊക്കെ പോയി. ജസ്റ്റ് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പകരം നമ്മൾ എന്തായാലും കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഷോർട്സും റീൽസും ഒക്കെ ഉള്ളത്. അത് നമ്മൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അവിടെ വെച്ച് വ്ളോഗൊന്നും എടുത്തില്ല, നമ്മളെല്ലാം ഇത് മാത്രം എടുത്തില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ തൃശ്ശൂർ വന്ന് ഇവിടെ കുമാർ ഹോട്ടൽ, ഇവിടുത്തെ ഫുഡ് നമ്മുടെ നെയ്ച്ചോറ് ഇറച്ചിച്ചോറും ഊണും ഇതാണ് നമ്മൾ കഴിച്ചത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല സൂപ്പർ ഫുഡ്. ശക്തൻ തമ്പുരാൻ പാലസിലും പോയിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ടൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളൊന്നും വ്ളോഗ് എടുത്തില്ല, വ്ളോഗ് അധികം ലെങ്ത് ആക്കേണ്ട നമ്മൾ കരുതി. അപ്പം തന്നെ നമ്മൾ എന്തായാലും ഇനി നേരെ പോകുന്നത് അടുത്ത വയനാട്ടൊക്കെയാണ്. ഇപ്പോൾ സമയം ഇപ്പം 1 മണിയായി. നമ്മൾ എന്തായാലും നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെയാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. അതെ, 5:45 ആകുമ്പോഴത്തേക്കും വയനാട്. ഇവിടെ നിന്ന് 160 കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നോക്കൂ ഗൈസ്, നല്ല അതിമനോഹരമായ ദൃശ്യവിരുന്നൊരുക്കിയ ഒരു യാത്ര. നല്ല സൂപ്പർ റോഡും നല്ല നമ്മുടെ പുതിയ ബൈപ്പാസിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ വയനാട്, തൃശ്ശൂരിൽ നിന്ന് വയനാട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. കണ്ടതാണ് കേട്ടോ. അവിടെ സൈഡ് നിറയെ ഫാസ്ടാഗിൻ്റെ ആൾക്കാരിങ്ങനെ നിരന്നിരിപ്പുണ്ട്. ഫാസ്ടാഗ് ആക്ടിവേറ്റ് ചെയ്യാനും റീചാർജ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ നിരന്നിരിപ്പുണ്ട്. ഞങ്ങളിപ്പം മലപ്പുറം കൊണ്ടോട്ടിയിലാണ്. ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ഒരു ജ്യൂസ് കുടിച്ചു, 2 മാംഗോ ജ്യൂസ് കുടിച്ചു, എന്നിട്ട് കുറച്ച് മുന്തിരി മേടിച്ചു. വണ്ടിക്കകത്ത് ഇങ്ങനെ കഴിക്കാൻ നേരത്തെ കുറച്ച് മുന്തിരിയും കൂടെ വാങ്ങി. അതെ, വണ്ടി ഇപ്പം ഏകദേശം ഒരു 2.5 മണിക്കൂറോളം നിർത്താതെ ഓടി വന്നത് നോൺ സ്റ്റോപ്പായിട്ട്. അതുകൊണ്ട് ഇപ്പം വണ്ടിക്ക് ഇച്ചിരി റെസ്റ്റ് ആവട്ടെ, പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാന്ന് കരുതി നമ്മളൊന്ന് ഒതുക്കി. ഇനി ഒരു 2 മണിക്കൂറും കൂടെ ഉണ്ട് യാത്ര. 2 മണിക്കൂറും കൂടെ 2 മണിക്കൂറോളം ഉണ്ട് യാത്ര. എന്തായാലും ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെയൊക്കെ വയനാട് എങ്ങനെയാണ് കാലാവസ്ഥ എന്ന് അറിയത്തില്ല. വയനാട് നല്ല ക്ലൈമറ്റ് ആയാൽ മതിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മൊയ്തീന്റെ കാഞ്ചനമാലയുടെ മൊയ്തീന്റെ ഒക്കെ മുക്കം. കാഞ്ചനമാലയോ? പിന്നെ കാഞ്ചനമാല ഏതാണോ? എന്ന് നിന്റെ മൊയ്തീൻ ആണോ? അവരുടെയൊക്കെ ഇത് മുക്കം കഴിഞ്ഞ് അതുവഴി നമ്മളിങ്ങനെ പോകുന്നത്. പുറത്തുനിന്ന് വോയിസ് എടുക്കാത്തത് ഭയങ്കര നോയിസ് ആണ്, വീഡിയോ എടുക്കാത്തത് ഭയങ്കര നോയിസ് ആണ്. ഞങ്ങൾ ഒരു മൈക്ക് ഓർഡർ ചെയ്തായിരുന്നു, പക്ഷെ ക്യാൻസൽ ആയിപ്പോയി ഓട്ടോമാറ്റിക് ആയിട്ട്. പിൻകോഡ് കൊടുത്തത് റോങ് ആയിപ്പോയി, അങ്ങനെ അത് ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ കാറിനകത്തിരുന്ന് എപ്പോഴും വീഡിയോ എടുക്കുന്നത്. കാരണം പുറത്ത് ഭയങ്കര വണ്ടികളുടെ അതിന്റെ നോയിസ് കാരണം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ 1-2 വീഡിയോസ് എടുത്തതായിരുന്നു. പക്ഷെ ഭയങ്കര ബഹളമൊക്കെ ആയത് കാരണമാണ് നമ്മൾ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. പകരം അതുകൊണ്ടാണ് നമ്മൾ ഈ കാറിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇരുവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇതാ ഞങ്ങൾ ഇരുവഞ്ഞാപ്പുഴയിൽ ഇരുവഞ്ഞിപ്പുഴ പുഴയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഇരുവഞ്ഞിപ്പുഴ. മുക്കം
ആ പുഴയാണിത് നമ്മൾ ആ പുഴ എന്ന് പറഞ്ഞേ ഇരുവഞ്ഞിപ്പുഴ. ആ പുഴ ഓർമ്മ വരുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ടുണ്ട്. ഞാനത് പാടാൻ ഗൈസ്. ഞാനൊരു പാട്ടുകാരിയാണ്, അതുകൊണ്ട് പാടുകയാണ്. എന്നിലേലിനാൽ പടച്ച പെണ്ണെ, മുക്കത്തെ മണ്ണിനാൽ പിറന്ന പെണ്ണെ. മതി മതി, ഇനി സ്വന്തം വരികളിടരുത്. മതി മതി മതി, തീർന്നു വരികൾ മറന്നുപോയി. ഇനി സ്വന്തം വരികളായിട്ട് ഇവിടെ മീനുകളുണ്ട് ഇഷ്ടം പോലെ, ആമ്പൽ ചെടികളുണ്ട്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ മാപ്പിൽ നല്ല ക്ലിയർ വെള്ളം, നല്ല തെളിച്ചമുള്ള വെള്ളമാണ്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ നമ്മളിങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ എടുത്തതാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളെ സിനിമയിലൊക്കെ കേട്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങളങ്ങനെ അടിവാരം കഴിഞ്ഞ് ദാണ്ട ചുരം കയറിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. നേരെ താമരശ്ശേരി ചുരം വഴി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തുകയാണ്, ലക്കിടിയിലേക്ക്. ദാണ്ട് ഞങ്ങൾ അങ്ങനെ ഹെയർ പിൻ കയറുകയാണ്. ദാണ്ട് നല്ല രസമാണ്, അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ നേരെ ഈ ഫോറസ്റ്റ് നിറയെ കാടാണല്ലോ എന്ന് പറയുന്നത്. വെറുതെ ഇരുന്ന് ചളി പറയാതെ സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കൂ. അങ്ങനെ നമ്മൾ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അടിവാരം കഴിഞ്ഞു താമരശ്ശേരി ചുരം വഴി നമ്മളിത് നേരെ മേലോട്ട് ഇങ്ങനെ ലക്കിടി വ്യൂ പോയിന്റിലോട്ട് എത്തിച്ചേരുകയാണ്. നമുക്കിനി 40 മിനിറ്റ് 16 കിലോമീറ്റർ ആണ് ദൂരം കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ. ഏകദേശം ഒരു 6:15 ആകുമ്പോഴത്തേക്കും എത്തും. നല്ല അടിപൊളി സീനൊക്കെയാണ്. പണ്ടെപ്പോഴും വന്നതാണ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്താണ് വയനാട് ഞാൻ അവസാനം വന്നത്. നീ എപ്പോഴാണ് വന്നത്? ഞാനും ഡിഗ്രിക്ക് പഠിക്കാൻ നേരം ടൂറിന് വന്നതാണ്. നമ്മുടെ ഹെയർ പിൻ, ഫസ്റ്റ് ഹെയർ പിൻ. അങ്ങനെ നമ്മളത് ആദ്യത്തെ ഹെയർ പിൻ നമ്മളിതാ കയറി, ഹെയർ പിൻ ബെൻഡ് നമ്പർ 1. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഹെയർ പിൻ ഇതാ കയറിയിരിക്കുകയാണ്. യെസ്, അതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. അങ്ങനെ നമ്മൾ താമരശ്ശേരി ചുരം എല്ലാം കഴിഞ്ഞ് ലക്കിടി വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മളത് അങ്ങനെ താമരശ്ശേരി ചുരം കഴിഞ്ഞ് ലക്കിടി വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പകൽ വെളിച്ചത്തിൽ കണ്ടിട്ട്? ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്? അതെ. ഇനി നമുക്ക് ഏതായാലും കുറച്ച് ദൂരം കൂടെയുള്ള പോകാനായിട്ട്. നേരെ റൂമെത്തും പെട്ടെന്ന് തന്നെ. ഞങ്ങളുടെ വയനാട് റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. ഉണ്ടോ, നല്ല അടിപൊളി റൂം. ഈ റൂമിന് എത്ര രൂപയാണ് ബേബി നമുക്കായത്? 600 സംതിങ്. അതെ, വെറും 600 രൂപയാണ് ഈ റൂമിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല അടിപൊളി ബെഡ്, ഇവിടെ ഒരു അലമാരയുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി ഒരു നീറ്റ് ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ട് നമുക്ക് എന്തായാലും ലാഭമാണല്ലോ, ലോട്ടറി ആണല്ലോ ഇത്. 600 രൂപയ്ക്ക് ഇത്രയും നല്ലൊരു റൂം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? എന്നൊരു ട്രൈബൽ വില്ലേജിൽ വന്നു. അതെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ജീപ്പ് എടുത്തിട്ട് വേണം വരാനായിട്ട്. നമ്മൾ താഴേന്ന് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ഫീസ് ഉണ്ട് 50 രൂപ 2 മണിക്കൂറത്തേക്ക്. എന്നിട്ട് ജീപ്പ് എടുത്തിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങളൊരു 7 പേര് ഷെയർ ചെയ്തെടുത്താണ് വരുന്നതാണ് ലാഭം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ജീപ്പിന് 320 വെച്ച് കൊടുക്കണം. ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പെർ ഹെഡ് ഒരാൾക്ക് 40 രൂപ ചാവത്തേ ഉള്ളൂ ജീപ്പിന്. അതുകൊണ്ട് നമ്മളെന്തായാലും ഷെയർ ചെയ്താണ് വന്നത്. നമ്മുടെ കൂടെ 2 ഫോറിനേഴ്സും കൂടെ ഉണ്ട്, അവരങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ എത്തി വന്നിറങ്ങി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വെയിലാണ്, പക്ഷേ നല്ല തണുപ്പുണ്ട്, ചൂടറിയുന്നില്ല. അങ്ങനെ നമ്മളിതാ ഇങ്ങനെയാണ് ഈ സ്ഥലം ഉള്ളത്. നമ്മുടെ കൂടെ വന്ന ഫോറിനേഴ്സാണ് അപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഇത് കയറി മേലോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ ജസ്റ്റ് വെയിലായും ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ കിടക്കുന്നത്. അല്ലാതെ നമ്മൾ മഴയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല പച്ചപ്പും എല്ലാം ആയിട്ടാണ് കിടക്കുന്നത്. വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ വരണ്ട ഭൂമി പോലെ കിടക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സീനറിയൊക്കെ നല്ല അടിപൊളിയാണ്. കണ്ടോ, ഈ മലയും എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. ഇതാണ് എന്നൂരിലെ കുടിലിടങ്ങൾ. എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്. പറയുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇപ്പം ഇവരുടെ ഈ ആചാരമായ പാരമ്പര്യമായ നൃത്തകലകളും അതും ഇതുമൊക്കെ ഇടയ്ക്ക് ഇവർ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. കുറച്ച് മുന്നേ വന്ന് കഴിഞ്ഞതേ ഉള്ളൂ, നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത് കാർഷിക പൈതൃക ഗ്രാമം എന്ന് പറഞ്ഞിട്ട് എന്നൂരിലെ ഓരോ കാര്യങ്ങളും ഇവിടെ ഫോട്ടോയും പിന്നെ പണ്ട് കാലത്ത് വെച്ചിരുന്ന ഓരോന്നും കലപ്പയും പിന്നെ ഈ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല കണ്ടില്ലേ, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. എല്ലാം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരിട്ട് വന്ന് തന്നെ കാണണം, നേരിട്ട് വന്ന് കണ്ട് അനുഭവിക്കണം ഇതൊക്കെ.
അനുഭവിച്ചറിയണം.